ഹലോ. അപ്പം നമ്മൾ റോസ് റീപ്പോർട്ട് ചെയ്ത ഉടനെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഹ്യൂമിക് ആസിഡ് എന്ന് പറഞ്ഞൊരു പൗഡർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിച്ചിട്ട് ഒരു 1/4 സ്പൂൺ എടുത്തിട്ട് 2 ലിറ്റർ വെള്ളത്തിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചെടിയുടെയൊക്കെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. അതായത് റീപ്പോർട്ട് ചെയ്ത ഏതൊരു ചെടിയുടെ ചുവട്ടിലും നമുക്കിത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നമ്മുടെ ചെടികളിൽ ഒരുപാട് വേരുകൾ വരാനായിട്ടും അത് നല്ല രീതിയിൽ അതിൻ്റെ ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്തെടുക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഒരു ഹ്യൂമിക് ആസിഡ്. അപ്പോൾ അത് നമുക്ക് ബിഗിനേഴ്സ് ആയുള്ള ആൾക്കാർക്കൊക്കെ ഒരുപാട് യൂസ് ആകുന്ന ഒരു സാധനമാണ് ഈ ഹ്യൂമിക് ആസിഡ് എന്ന് പറയുന്നത്. അതായത് റോസ് എത്ര നട്ടിട്ടും വളരുന്നില്ല, നേഴ്സറി റോസുകൾ പിടിക്കുന്നില്ല, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആകും. അപ്പോൾ അതെപ്പോഴും വാങ്ങിച്ച് കയ്യിൽ വെക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് റോസിനകത്ത് ഫ്ലവേഴ്സൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ റോസിൻ്റെ ഒരു 2 ഇല താഴെ നിർത്തിയിട്ട് അതിൻ്റെ ആ ഒരു സ്റ്റെമ്മ് നമ്മളൊന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചെരിച്ച് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഒരുപാട് സ്പൈക്കുകൾ വരികയും അതിലൊക്കെ നിറയെ പൂക്കൾ ഉണ്ടാവാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ബഞ്ച് റോസസ് വാങ്ങിക്കുമല്ലോ, അപ്പോൾ ബട്ടൺ റോസ് അതുപോലുള്ള റോസുകളൊക്കെ, അങ്ങനത്തെ റോസുകളൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ 1, 2 അങ്ങനെ ഓരോ പൂക്കളായിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി നല്ലത് അതിൻ്റെ ആ ഒരു ബഞ്ച്, ആ ഫ്ലവർ മുഴുവൻ വിരിഞ്ഞ ശേഷം ആ ബഞ്ചായിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്ത് കളയുന്നതാണ് നല്ലത്. അപ്പോൾ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് കുറച്ചുകൂടി നല്ല പൂക്കൾ കിട്ടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ നേഴ്സറി റോസസ് ഒക്കെ വാങ്ങിച്ച് വെച്ച ശേഷം ആദ്യത്തെ ഫ്ലവറിനെ ഒരു കാരണവശാലും വിരിയിക്കരുത്. നിങ്ങൾ ആ ഒരു ആദ്യത്തെ ഫ്ലവറിനെ നമ്മൾ കട്ട് ചെയ്ത് കളയുക. അങ്ങനെ ആകുമ്പോഴേക്കും നമുക്ക് കുറച്ചുകൂടി നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് വരാനായിട്ടും കുറച്ചുകൂടി നല്ല ഫ്ലവേഴ്സ് കിട്ടാനായിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആദ്യത്തെ പ്രത്യേകിച്ച് ചെറിയ ചെടികളിലൊക്കെ ആണെങ്കിൽ ഒരു കാരണവശാലും ആദ്യം വരുന്ന മുട്ടുകളെ നമ്മൾ വിരിയിക്കാനായിട്ട് നമ്മളൊരു പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് കളയുമ്പോഴേക്കും നമുക്ക് ഒരുപാട് നല്ല ഫ്ലവേഴ്സ് കിട്ടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും നമ്മൾ ഫർട്ടിലൈസറൊക്കെ കൊടുക്കുമ്പോൾ ഒരു 15 ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മളെപ്പോഴും റോസിന് ഫർട്ടിലൈസർ കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് ഫർട്ടിലൈസർ വേണേൽ കൊടുക്കാം. കെമിക്കൽ ഫർട്ടിലൈസേഴ്സ് കൊടുക്കുമ്പോൾ എപ്പോഴും 15 ദിവസത്തെ ഗ്യാപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നമ്മൾ ഓർഗാനിക്കലി എന്തെങ്കിലും വീട്ടിലുള്ള ഫർട്ടിലൈസേഴ്സ് ഒക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്കൊരു വീക്ക്ലി വൺസ് ഒക്കെ ആയിട്ട് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാൻ കൊടുക്കാറുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും എല്ലുപൊടി, അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിത്തൊലിയുടെ വെള്ളം, അതുപോലെ പഴത്തൊലിയുടെ വെള്ളം, പിന്നെ നമ്മൾ മുട്ടത്തോട്, ഇതൊക്കെയാണ് ഞാൻ കൂടുതലും ചെടിക്ക് കൊടുക്കുന്നത്. പിന്നെ DAP അതുപോലെ തന്നെ NPK ഒന്നും ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. കാര്യം എനിക്കങ്ങനെ യൂസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഇതുവരെ വന്നിട്ടില്ല. നമ്മളിതൊക്കെ കൊടുക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ ചെടികൾ ഫ്ലവർ തരുന്നുണ്ട്. പിന്നെ നമ്മൾ അരി കഴുകുന്ന വെള്ളം നമുക്ക് ഡൈല്യൂട്ട് ചെയ്തിട്ട് അത് റോസിന് ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു വളമാണ്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ റോസിൽ